ഇളിപൊക്കി കീഴ്വായു വിടാനറിയാത്ത പിള്ളാരു പോലും പീഡനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ബലാത്സംഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സംശയ രോഗം അവൻ്റെ ഉള്ളിൽ വരുന്നു. അതായത് 9ാം ക്ലാസ്സുകാരിയെ തനിക്ക് ഇഷ്ടമാണ്, അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് രണ്ടാമതാണ്. അവളെ സമയത്തിന് കാണാതെ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു ആൺ സുഹൃത്ത്. എത്ര വയസ്സാണ്? 16 വയസ്സ്. ഇവൻ വളർന്നു വന്നാൽ എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെയൊക്കെ വീട്ടിലും ഇല്ലേ മക്കൾ? അപ്പോ ഇവന്റെ ഒക്കെ എന്തിന്റെ തരിപ്പാണ് എന്ന് പറയാതെ വയ്യല്ലോ. മലപ്പുറത്തെ റെയിൽവേ പുറമ്പോക്ക് ഭൂമിയിലെ 14കാരി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം ഇന്ന് കേരളത്തെ ഏറെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുവാണ്. മുമ്പ് ഒരു ആലം ഷാ എന്ന് എങ്ങാണ്ട് പറയുന്ന ഒരുത്തനാണ് ഒരു ചാന്ദിനി എന്ന് പറയുന്ന അഷ്ഫാക്കാലം, അതെ, ചാന്ദിനി എന്ന് പറയുന്ന പൈതലിനെ പീഡിപ്പിച്ചു കൊന്ന് ചാക്കിലാക്കിയത്. അന്ന് നമ്മൾ പറഞ്ഞു അത് ബംഗാളികളാണെന്ന്, അല്ലേ? ഇന്നിപ്പോൾ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്ന്, നടവാതിലിൽ വന്ന് നിന്ന് പീഡനം കോളിംഗ് ബെല്ലടിക്കുമ്പോഴും നമ്മൾ പറയണം ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്ന്. പെൺകുട്ടിയെ സഹപാഠി എന്തിനാണ് കൊന്നത് എന്ന് ഇന്ന് കേരളം തലങ്ങും വിലങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മയക്കുമരുന്നിന്റെ ലഹരിയിലായിരുന്നു 16കാരൻ. ഇവൻ ഒറ്റയ്ക്കാണോ ഈ ക്രൂരകൃത്യം നടത്തിയത്? ഒരുപാട് ആകുലപ്പെടുത്തുന്ന ചോദ്യങ്ങൾ നമുക്കുണ്ടാകുന്നത് നമുക്കും സമപ്രായക്കാരായിട്ടുള്ള മക്കളുള്ളത് കൊണ്ടാണ്. ബലാത്സംഗം ചെയ്തു കഴിഞ്ഞ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് +1 വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞത്. ഇത് ഊപ്പിയിലായിരുന്നെങ്കിൽ നമുക്കൊന്ന് പൊളിച്ചടുക്കാമായിരുന്നല്ലേ. ഊപ്പിയും കാശ്മീരും സിറിയയും ഒക്കെ നോക്കി നിൽക്കുന്ന നിങ്ങൾ ഒരിക്കലും നമ്മുടെ കൺവെട്ടത്തുള്ള ഇത്തരം കൃത്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇന്നലെ കാണാതായ 9ാം ക്ലാസ്സുകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി. മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും സ്കൂള് വിട്ട് വീട്ടിലെത്തിയിട്ടും നമ്മുടെ മക്കൾ തിരിച്ചെത്താത്തപ്പോൾ സ്വാഭാവികമാണ് അവർ ആകുലപ്പെടും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിൽ അന്വേഷിച്ച് ചെല്ലും. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആയിട്ടുള്ള മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ തിരിച്ചെത്തുന്നില്ല, സ്കൂളിൽ എത്തിയിട്ടില്ല, ബന്ധുക്കളുടെ വീട്ടിലില്ല, സുഹൃത്തുക്കളുടെ വീട്ടിലില്ല, ആരും കണ്ടവരില്ല. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് അമ്മയ്ക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. വീട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വരാം എന്ന് പെൺകുട്ടി പറയുന്നു. അവളുടെ അവസാനത്തെ വാക്കായിരുന്നു അത്. അമ്മ മകളുടെ അവസാന ശബ്ദം കേട്ടത് ആ പറച്ചിലു മാത്രമാണ്. രാത്രിയായിട്ടും മകൾ വീട്ടിലെത്തിയില്ല. 16കാരന്റെ ജാഗ്രതയാണോ ഇത്? ആരോടും അന്വേഷിക്കാതിരിക്കാൻ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതിരിക്കാൻ. ഇന്നത്തെ മക്കൾ അങ്ങനെയാണല്ലോ. ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരനെ നഞ്ചക്ക് കൊണ്ട് അടിച്ചു കൊന്ന കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ നടത്തിയ അവരുടെ ഗ്രൂപ്പ് ചാറ്റ് എന്തായിരുന്നു? 15 വയസ്സിലായിട്ടുള്ളടാ, നമുക്ക് ഇത്ര ശിക്ഷയെ കിട്ടൂ, അല്ലേ? ഒരു അഫാൻ എന്ന് പറയുന്ന ഒരു 22കാരൻ 6 പേരെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തി വെഞ്ഞാറമൂട്, തിരുവനന്തപുരം. അവനും യൂട്യൂബില് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക, എന്താണ് ഇതിന്റെ ശിക്ഷ, എത്ര വയസ്സുവരെ ഉണ്ടാകും ഇതിന്റെ ശിക്ഷ, ഏറ്റു പറഞ്ഞാൽ വെറുതെ വിടുമോ, നിയമത്തിന്റെ ഇളവുകൾ ലഭിക്കുമോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുദ്ധിയില്ലെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ 35 വയസ്സിന്റെ ബുദ്ധി ഇന്ന് 15കാരന് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ട്. രാത്രിയായിട്ടും മകള് വീട്ടിലെത്തുന്നില്ല. ആധിയിലായ വീട്ടുകാർ ഫോണിൽ പലതവണ തിരിച്ചു വിളിക്കുന്നു, ഇങ്ങോട്ട് വന്ന കോളിലേക്ക്. ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. അങ്ങനെയാണ് കുടുംബത്തിന് ആശങ്ക, പ്രത്യേകിച്ച് ഈ കാലഘട്ടം കൂടിയാണല്ലോ. അങ്ങനെ കരുവാരക്കുണ്ട് പോലീസ് അരിച്ചു പെറുക്കുന്നു പരാതി കിട്ടിയ ഉടനെ തന്നെ. കാരണം ഇന്ന് ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ അവരാരും മിണ്ടാതെ നോക്കി നിൽക്കത്തില്ല. അലംഭാവത്തോടുകൂടി ആ വാർത്തയെ കാണില്ല. മറിച്ച് അവർ നന്നായി ഈ വാർത്ത മനസ്സിലാക്കി അവരുടെ മക്കൾ എന്നതുപോലെ പോലീസ് 4 പാടും തെരച്ചിൽ ആരംഭിക്കുന്നു. പരിസരവാസിയായിട്ടുള്ള +1 വിദ്യാർത്ഥിയുമായിട്ട് പെൺകുട്ടിക്ക് അടുപ്പമുണ്ട് എന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു. പോലീസ് ഒരുപാട് തവണ താക്കീത് ചെയ്ത് വിട്ടതാണ് ഈ 16കാരനെ. പെൺകുട്ടി എവിടെയാണ് എന്ന് എന്തെങ്കിലും വിവരം അവനിൽ നിന്നും ലഭിക്കുമോ എന്നറിയാൻ പോലീസ് 16കാരന്റെ വീട്ടിലും തെരഞ്ഞെത്തുന്നു. അപ്പോഴും തനിക്കൊന്നും അറിയില്ല എന്ന് പഠിച്ച കള്ളൻ മറുപടി പറയുന്നു.
പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് ചോദിച്ചപ്പോഴും കൗമാരക്കാരൻ അത് തന്നെ ആവർത്തിക്കുന്നു. മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് 16-കാരനെ വീണ്ടും നയതന്ത്രപരമായി ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂരമായ കൊലപാതകം ആദ്യം പോലീസ് അറിഞ്ഞു ഞെട്ടുന്നതും പിന്നിപ്പോൾ ഇതാ നാട്ടുകാരും വീട്ടുകാരും കുട്ടിയെ കണ്ടിട്ട് പോലുമില്ലാത്ത നമ്മളും ഞെട്ടുന്നു. ഈ 14-കാരിയുടെ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ കരുവാരക്കുണ്ട് ഗ്രാമം മുഴുവനും തരിച്ചിരിക്കുന്നു. 16-കാരനായിട്ടുള്ള ആൺസുഹൃത്തിന്റെ സംശയ രോഗം ഒടുവിൽ കൊലപാതകത്തിന് കാരണമായി എന്ന് പോലീസ് പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള 16 വയസ്സുകാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. തുടർന്ന് 16-കാരനെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം നേരത്തെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന സംശയം ഈ 16-കാരനിൽ ലഭിക്കുന്നു. പെൺകുട്ടിയെ കാണാൻ സാധിച്ചില്ലെങ്കിൽ വീട്ടിലെത്തി ബഹളമുണ്ടാക്കുമത്രേ. പെൺകുട്ടിയുടെ വീട്ടിലെത്തി ശല്യം ചെയ്യുന്നതിനെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് നിരവധി തവണ പോലീസ് ഈ കുട്ടിക്ക് താക്കീത് നൽകി വിട്ടയക്കുന്നു. അപ്പോൾ അവന്റെ പശ്ചാത്തലം ഒന്ന് നോക്കണം. ഒരാളെയും പേടിക്കാത്ത ഒരു പ്രകൃതക്കാരൻ. വ്യാഴാഴ്ച വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങിയ പെൺകുട്ടി, ആ കുട്ടിയെ ഈ പ്രതി നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി എന്നാണ് പോലീസ് പറയുന്നത്. സ്കൂളിൽ നിന്നും തിരിച്ചെത്തുന്ന സമയം കഴിഞ്ഞതോടുകൂടി കുടുംബം പോലീസിന് പരാതി നൽകുന്നു. ഇതിനിടയിൽ ഉടൻ മടങ്ങി എത്തും എന്ന് പറഞ്ഞ ഒരു ഫോൺ നമ്പറിൽ നിന്നൊരു കോള് മാത്രമേ ഇവർക്ക് അറിയൂ. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മകൾ തിരിച്ചെത്തുന്നില്ല. സംശയം തോന്നിയപ്പോൾ ആൺ സുഹൃത്തിനെ വിളിച്ചു. എനിക്കൊന്നും അറിയില്ല എന്ന് മറുപടി. പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്നലെ രാവിലെ ആൺകുട്ടിയും പിതാവും സ്റ്റേഷനിലേക്ക് എത്തുന്നു. എന്ത് ഈ കുട്ടിയുടെ ഒരു ചങ്കൂറ്റം ഒന്ന് നോക്കണം. പിടിക്കപ്പെടില്ല എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം വെളിപ്പെട്ടത്. വ്യാഴാഴ്ച കരുവാരക്കുണ്ടിൽ നിന്ന് പാണ്ടിക്കാട് വണ്ടൂര് വഴി ബസ് മാർഗം ഇവർ രണ്ടുപേരും വാണിയമ്പലത്തെത്തുന്നു. അവിടെ നിന്ന് റെയിൽവേ പാതയിലൂടെ നടന്നാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുന്നത്. മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന സംശയത്താൽ പ്രതി പെൺകുട്ടിയെ ശകാരിക്കുന്നു. പ്രകോപിതനായിട്ടുള്ള 16-കാരൻ ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തുന്നു. പിന്നെന്താണ് സംഭവിച്ചതെന്ന് ഇനി പോലീസ് പറയണം. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഈ പയ്യൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ പയ്യൻ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത് എന്നതാണ് അടുത്ത ചോദ്യം. തന്നെയുമല്ല, ഈ 16-കാരൻ ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. 16 വയസ്സുള്ള കുട്ടിയാണേ, 14-കാരി കൊല്ലപ്പെടുന്നു. കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാകുമെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കില്ലേ? പീഡന വിവരം കുട്ടി അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൊച്ചിനെ കൊലപ്പെടുത്തിയത് എന്നാണ് 16-കാരൻ കൂസലില്ലാതെ പോലീസിനോട് പറയുന്നത്. താൻ ചെയ്ത ധീരകൃത്യം ഒരു സിനിമാ സ്റ്റൈലിലാണ് പോലീസിനോട് ഈ കുട്ടി ഛർദ്ദിക്കുന്നത്. സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മലപ്പുറം SP പറയുന്നു. ആൺകുട്ടിയെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയത് കൊണ്ട് എന്താണ് കാര്യം? വ്യാഴാഴ്ച രാവിലെയാണ് ഈ കുട്ടി പോകുന്നത്. അപ്പൊ ഇവൻ എത്രമാത്രം പ്ലാൻ ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ. 6 മണിക്കാണ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്, അതിനു മുമ്പ് ഈ കുട്ടിക്ക് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യണമായിരുന്നു പോലീസ് ചോദിച്ചാൽ, വീട്ടുകാർ ചോദിച്ചാൽ എന്തു പറയണം? ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് രാത്രി തന്നെ പോലീസ് തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അന്വേഷണം നടത്തുന്നു. ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ മണിയായി ഇവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. 16-കാരന് പീഡിപ്പിക്കാൻ തോന്നണമെങ്കിൽ എന്തുവാണ് ഈ നാട് കാണുന്നത്? കരുവാരക്കുണ്ടിലായതുകൊണ്ടും കരുവാരക്കുണ്ട് മലപ്പുറത്തായതുകൊണ്ടും ഇനിയും ഇവരുടെ രണ്ടുപേരുടെയും മറ്റൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് മതമാണ്. അപ്പോൾ കേരളത്തിലാണ്, മലപ്പുറത്തിലാണ്, ദളിതയാണ് പെൺകുട്ടി എന്ന് ചെറിയൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അറിയില്ല, പുറത്തു വരട്ടെ. എന്തായിരുന്നാലും സാംസ്കാരിക നായകൾ ആരെങ്കിലും മിണ്ടിയോ, സംഭവം അറിഞ്ഞിട്ടുണ്ടോ? തെരുവ് നാടകങ്ങൾ, റാപ്പും റോപ്പും കോപ്പും ഒക്കെ ആയിട്ടുള്ള പാട്ടുകൾ, പ്രതിഷേധ ഗാനങ്ങൾ, ഇതൊക്കെ വരുമോ? പ്രബുദ്ധ മലയാളികൾക്ക് മെഴുകുതിരി കത്തിക്കണ്ടേ? നമ്മുടെ ആസിഫയ്ക്ക് കത്തിച്ചതുപോലെ അടുപ്പ് കൂട്ടിയുള്ള അന്തിച്ചർച്ചകൾ വേണ്ടേ? തൽക്കാലം അതിലൊക്കെ ഒന്ന് വിരാമം കുറിക്കാം. ട്രെൻഡെല്ലാം മാറിയില്ലേ അല്ലേ? ഒന്ന് മാറ്റി പിടിക്കാം.